റൗൾസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ എൻസിആർടിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം CH3, വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം ആൻഡ് ഡൈക്ലോറോമീഥൈൻ CH2Cl2 at 298 Kelvin. നമുക്കറിയാം വേപ്പർ പ്രഷർ ഡിപെൻഡ് ഓൺ ടെമ്പറേച്ചർ. സോ at 298 Kelvin 200 mm of Hg and 415 mm of Hg respectively. Then calculate the vapor pressure of solution prepared by 25.5 gram chloroform and 40 gram dichloromethane. ഇത് നമുക്ക് റൗൾസ് ലോ യൂസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ക്ലോറോഫോമിനും ഡൈക്ലോറോമീഥൈന്റെയും വേപ്പർ പ്രഷർ. തന്നിരിക്കുന്ന പ്യുവർ വേപ്പർ പ്രഷർ ആണ്. അത് മിക്സ് ചെയ്തതിന് ശേഷമുള്ള വേപ്പർ പ്രഷർ അല്ല. ക്ലോറോഫോമിന്റെ വേപ്പർ പ്രഷർ 298 കെൽവിനിൽ 200 mm of Hg ആണ്. അപ്പോൾ ഞാൻ വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം പ്യുവർ അല്ലേ, ക്ലോറോഫോമിന്റെ മാത്രമാണ്, സൊല്യൂഷനിലുള്ള ക്ലോറോഫോം അല്ല, പ്യുവർ ആയിട്ടുള്ള ക്ലോറോഫോമിന്റെ വേപ്പർ പ്രഷർ ആണ്. സോ ക്ലോറോഫോമിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 200 mm of Hg, മില്ലിമീറ്റർ ഓഫ് മെർക്കുറി, പ്രഷറിന്റെ യൂണിറ്റ് ആണ്. അതുപോലെ ഡൈക്ലോറോമീഥൈന്റെ പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ വന്നിട്ടുണ്ട്. ഡൈക്ലോറോമീഥൈന്റെ പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 415 mm of Hg ആണ്. ഡൈക്ലോറോമീഥൈന്റെ 415 mm of Hg ആണ്, 415 mm of Hg ആണ്. നിങ്ങളത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആണ്. 25.5 ഗ്രാം ക്ലോറോഫോമും 40 ഗ്രാം ഡൈക്ലോറോമീഥൈനും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ ഒരു സൊല്യൂഷൻ ഫോം ചെയ്താൽ ആ സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്താണെന്നാണ് ചോദ്യം. കണ്ട, ഇവിടെയാണ് നമ്മൾ ഏത് ലോ യൂസ് ചെയ്യുന്നത്? റൗൾസ് ലോ. റൗൾസ് ലോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെരിമെന്റൽ ആയിട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ തിയററ്റിക്കൽ ആയിട്ടാണ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തിയററ്റിക്കൽ ആയിട്ട് നമുക്ക് ഇതിന്റെ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് റൗൾസ് ലോ യൂസ് ചെയ്യാം. ഇത് ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഐഡിയൽ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റൗൾസ് ലോ ഉപയോഗിച്ചിട്ട് ടോട്ടൽ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ടോട്ടൽ പ്രഷർ P total is equal to, നമ്മൾ പഠിച്ചിട്ടുണ്ട്, P total is equal to P10 Chi1 plus P20 Chi2 എന്നാണ്. ഇവിടെ 1 and 2 എന്ന് പറയുന്നത് പോലെ ക്ലോറോഫോമും ഡൈക്ലോറോമീഥൈനും ആണ്. സോ P0 ക്ലോറോഫോം into mole fraction of chloroform plus ഇത് വരും P0 dichloromethane into chloroform dichloromethane. Okay, P10 Chi1 plus P20 Chi2. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി നമ്മുടെ കയ്യിൽ P0 ക്ലോറോഫോമും ഉണ്ട്, ഡൈക്ലോറോമീഥൈനും ഉണ്ട്. നമുക്കിനി വേണ്ടുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷൻസ് ആണ് വേണ്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മോൾ ഫ്രാക്ഷൻ അല്ല തന്നിരിക്കുന്ന, പകരം എന്താ തന്നിരിക്കുന്നത്? അതിന്റെ മാസ് ആണ് തന്നിരിക്കുന്നത്. ക്ലോറോഫോം ഇത്ര ഗ്രാം ഉണ്ട്, ഡൈക്ലോറോമീഥൈൻ ഇത്ര ഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം കണ്ടുപിടിക്കണം, മോള് കണ്ടുപിടിക്കാം. മോള് കണ്ടുപിടിച്ചിട്ട് നമുക്ക് മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് മോള് കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഓരോന്നിന്റെ മോള് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. നമുക്ക് ആദ്യം ഓരോന്നിന്റെ മോള് കാൽക്കുലേറ്റ് ചെയ്യാം. മോൾ ക്ലോറോഫോമിന്റെ മോള് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലോറോഫോമിന്റെ മോള് CH3. ക്ലോറോഫോമിന്റെ മോള് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ക്ലോറോഫോമിന്റെ മാസ് എത്രയാണ്? മാസ് ബൈ മോളാർ മാസ്. മാസ് 25.5 ഗ്രാം ബൈ മോളാർ മാസ്. മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാർബൺ ആകുമ്പോൾ വരും 12, ഹൈഡ്രജന്റെ 1, ക്ലോറിൻ 35.5 into 3 71, പിന്നെ ഒരു 35.5 കൂടെ വരും അല്ലേ. അപ്പോൾ 106.5 വരും. 106.5 വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 119.5 ആണ് മോളാർ മാസ്. അത് ഫോർമുലയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ക്ലോറോഫോമിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 25.5 ഡിവൈഡഡ് ബൈ 119.5 മാസ് ബൈ മോളാർ മാസ് ആണ്. സോ ഇതിന്റെ ആൻസർ നമുക്ക് വരുന്നത് 0.213. നിങ്ങൾ ചെയ്ത് നോക്കുക, 0.213 ആൻസർ. നമുക്ക് ക്ലോറോഫോമിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. അതുപോലെ നമുക്ക് ഡൈക്ലോറോമീഥൈന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഡൈക്ലോറോമീഥൈന്റെ നമ്പർ ഓഫ് മോൾസ് CH2Cl2. അതിന് ഡൈക്ലോറോമീഥൈന്റെ മാസ് തന്നിട്ടുള്ളത് 40 ഗ്രാം ആണ്. സോ 40 ബൈ ഇതിന്റെ മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറയുന്നത് CH2Cl2 കാർബണിന്റെ 12, 2 ഹൈഡ്രജന്റെ 2, ക്ലോറിൻ 35.5 into 2 71. അപ്പോൾ 71 14 85 ആണ് വരുന്നത്. സോ 85 ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0.047.
ഈ ക്വസ്റ്റ്യൻ ഇവിടെ മോൾ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു അല്ലേ, ഡയറക്റ്റ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ച ആൻസറിലേക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ മാസ് ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അതിന്റെ മോൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്തോ വേണം, പി ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ കാണാം. സോ ക്ലോറോഫോമിന്റെ മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്ലോറോഫോമിന്റെ നമ്പർ ഓഫ് മോൾസിനെ കാണാൻ ക്ലോറോഫോമിന്റെ നമ്പർ ഓഫ് മോൾസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലോറോഫോമിന്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 0.213 ഡിവൈഡഡ് ബൈ ടോട്ടൽ. രണ്ടിന്റെയും കൂടെ എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന ആൻസർ എത്രയാണ്? അപ്പോൾ ക്ലോറോഫോമിന്റെ മോൾ ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 0.312. നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം, നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ 0.312. അപ്പോൾ അടുത്ത നമുക്ക് വേണ്ടുന്നത് ക്ലോറോഫോമിന്റെ മോൾ ഫ്രാക്ഷൻ ആയി. അടുത്ത നമുക്ക് വേണ്ടുന്ന ആരുടെ മോൾ ഫ്രാക്ഷൻ വേണം, ഡൈക്ലോറോമീഥേന്റെ മോൾ ഫ്രാക്ഷൻ വേണം. ഡൈക്ലോറോമീഥേന്റെ മോൾ ഫ്രാക്ഷൻ കാണാൻ നമുക്ക് ഡൈക്ലോറോമീഥേന്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി പോരെ. ഡൈക്ലോറോമീഥേന്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിന്റെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കറിയാം ടോട്ടൽ മോൾ ഫ്രാക്ഷൻ 1 ആണ്. അപ്പോൾ 1 ൽ ഇത്രയും കുറച്ചാലും മതി പോരെ, കുറെ കൂടി ഈസിയാണ്. 1 ൽ നമ്മൾ കുറച്ചു, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടും. ഇതിന്റെ ഇത്രയാണെങ്കിൽ ഇതിന്റെ കണ്ടുപിടിക്കാം 1 - 0.312. സോ ആൻസർ എന്ന് പറയുന്നത് 0.688 എന്ന്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ സ്പേസ് ഇല്ലാത്ത ഈ സ്ഥലത്തൊന്നും വായിക്കാൻ കേട്ടോ, ഒന്ന് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പി ടോട്ടൽ കണ്ടുപിടിക്കാം. സോ പി ടോട്ടൽ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇക്വേഷൻ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0 CH03. അത് ഓൾറെഡി എത്രയായിരുന്നു, 200 ആണ്. പി ക്ലോറോഫോമിന്റെ വേപ്പർ പ്രഷർ 200. അപ്പോൾ 200 ഇൻറ്റു അതിന്റെ മോൾ ഫ്രാക്ഷൻ എത്ര, 0.312 പ്ലസ് അടുത്ത 415 അല്ലേ, അതിന്റെ 415 ഇൻറ്റു അതിന്റെ മോൾ ഫ്രാക്ഷൻ 0.688. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 347.9. അപ്പോൾ നമ്മുടെ ആൻസർ 347.9 mm ഓഫ് Hg. ഓക്കെ, 347.9 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കാണാനാണ്. അപ്പോൾ ഇവിടെ രണ്ട് കമ്പോണന്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P10 പ്ലസ് P20 ആണ്. അപ്പോൾ നമുക്ക് ക്ലോറോഫോമിന്റെയും ഡൈക്ലോറോമീഥേന്റെയും മോൾ ഫ്രാക്ഷൻ വേണമായിരുന്നു, പക്ഷെ ഇവിടെ മോൾ ഫ്രാക്ഷൻ മോളില്ല, പകരം മാസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മാസിനെ മോളിലേക്ക് കൺവേർട്ട് ചെയ്തു, ഇത് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ആൻസർ എന്ന് പറയുന്നത് 347.9 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ് നമ്മുടെ മോൾ ഫ്രാക്ഷൻ വരുന്നത്, അല്ല സോറി പി ടോട്ടൽ വരുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ശ്രദ്ധിക്കും. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the mole fraction of the component in the vapor phase. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ക്ലോറോഫോമിനെയും ഡൈക്ലോറോമീഥേനെയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് ഇത് എന്ത് ചെയ്യും, വേപ്പറൈസ് ചെയ്യും. ഇപ്പോൾ വേപ്പർ സ്റ്റേറ്റിൽ വരുമ്പോൾ വേപ്പർ ആയിട്ടുള്ള ക്ലോറോഫോമും വേപ്പർ ആയിട്ടുള്ള ഡൈക്ലോറോമീഥേനും ഉണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് വേപ്പർ സ്റ്റേറ്റിൽ വരുമ്പോൾ ഇതിന്റെ മോൾ ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്, ക്ലോറോഫോമിന്റെയും ഡൈക്ലോറോമീഥേന്റെയും. ഇപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്ന ഒരു മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചായിരുന്നു. ഏതാണ് നമ്മൾ കണ്ടുപിടിച്ച മോൾ ഫ്രാക്ഷൻ? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡൈക്ലോറോമീഥേന്റെ മോൾ ഫ്രാക്ഷൻ. ഇപ്പോൾ ഡൈക്ലോറോമീഥേന്റെ മോൾ ഫ്രാക്ഷൻ ആയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 0.688 ആണ്. 0.688. ക്ലോറോഫോമിന്റെ മോൾ ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 0.312 ആണ്. പക്ഷെ ഈ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എവിടെയുള്ള മോൾ ഫ്രാക്ഷൻ ആണ്? അത് സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ്. സൊല്യൂഷനിലുള്ള ക്ലോറോഫോമിന്റെയും ഡൈക്ലോറോമീഥേന്റെയും മോൾ ഫ്രാക്ഷൻ ആണ് ഇത്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇത് എന്ത് ചെയ്യും, വേപ്പറൈസ് ചെയ്ത് വേപ്പർ സ്റ്റേറ്റിൽ വരുമ്പോൾ ഉള്ളതാണ്. നിങ്ങൾ ഒരു സാർ അത് ഡിഫറെന്റ് ആയിരിക്കുമോ, സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ ആയിരിക്കത്തില്ലേ? നല്ല ഡിഫറൻസ് വരുന്നില്ല. എന്തുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത്? കാരണം ഇതിൽ രണ്ടുപേരും ഒരേ വോളറ്റൈൽ പ്രോപ്പർട്ടി ഉള്ള അല്ല. ചില ആൾക്ക് നല്ല വോളറ്റൈൽ ആയിരിക്കും, വളരെ പെട്ടെന്ന് വോളറ്റൈൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡിഫറൻസ് ഉണ്ട്, വോളറ്റൈൽ പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേപ്പർ സ്റ്റേറ്റിൽ ഇവരുടെ മോൾ ഫ്രാക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ വേപ്പർ സ്റ്റേറ്റിൽ ഇവരുടെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇൻ വേപ്പർ ഫേസ്, ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇൻ വേപ്പർ ഫേസ്
ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചൊരു ഇക്വേഷൻ നമ്മുടെ വേപ്പർ ഫേസ് നമ്മൾ ഡാൽട്ടൺസ് ലോയിലൊക്കെ പഠിച്ചതാണ്. ഇവിടെ അത് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. വേപ്പർ ഫേസിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു P total into mole fraction. P total into mole fraction. So P2 is equal to P total into mole fraction. Here the Y1 and Y2 are the mole fraction at the phase vapor phase. Okay, the Y1 and Y2 എന്ന് പറയുന്നത് vapor phase ലുള്ള mole fractions ആണ്. Y1 and Y2. ഇതെന്താണ് നമ്മൾ പഠിച്ചത്? പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു P total into mole fraction. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇവിടെ പാർഷ്യൽ പ്രഷർ P1, ഇത് പാർഷ്യൽ പ്രഷർ P total, Y1 ഉം Y2 എന്ന് പറയുന്നത് വേപ്പർ ഫേസിലുള്ള കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോബ്ലം കണ്ടുപിടിക്കാം. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് ക്ലോറോഫോമിന്റെ ഡൈക്ലോറോമീഥേന്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണം. സോ ആദ്യം നമുക്ക് Y1 ക്ലോറോഫോം ആണെന്ന് വിചാരിച്ചു. ക്ലോറോഫോമിന്റെ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? P1 by P total. P1 by P total ചെയ്താൽ മതി. Y2 കണ്ടുപിടിക്കണമെങ്കിൽ Y2 എന്ത് വരും? ഡൈക്ലോറോമീഥേൻ CH2Cl2 കണ്ടുപിടിക്കണമെങ്കിൽ P2 by P total ചെയ്യണം. നമ്മുടെ ആൻസർ. ഓക്കേ, നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോകാം. നോക്കിയോ, ആദ്യം ക്ലോറോഫോമിന്റെ കണ്ടുപിടിക്കാം. ക്ലോറോഫോമിന്റെ കേസിൽ പറഞ്ഞ ക്ലോറോഫോമിന്റെ കേസിൽ Y1 is equal to P1. P1 എത്ര? P1 ന്റെ ആൻസർ എത്ര? നമ്മൾ ഇവിടെ ക്ലോറോഫോമിന്റെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. പക്ഷേ ഈ തന്നിരിക്കുന്ന വേപ്പർ പ്രഷർ എന്താണ്? P10 ആണ്. ഈ തന്നിരിക്കുന്നത് P10 ആണ്. നമുക്ക് വേണ്ടത് ഏതാണ്? P1 പാർഷ്യൽ പ്രഷർ ആണ് വേണ്ടത്. P1 എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? P1 ന്റെ വാല്യൂ എങ്ങനെയാണ്? നോക്കട്ടെ, ആൻസർ ക്വസ്റ്റ്യൻ നോക്കാം. P1 കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? P10 Chi1. ഈ കൈ ഏതാ? സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇത് ഇതുകൂടെ കൂട്ടിയാണെന്നുള്ളത്. അപ്പോൾ P10 Chi1. അപ്പോൾ P10 Chi1 എന്ന് പറയുമ്പോൾ P1 എത്ര വരും? ഇവിടെ പറഞ്ഞേ ക്ലോറോഫോമിന്റെ കേസ് ആണെങ്കിൽ ക്ലോറോഫോമിന്റെ കേസിൽ നമ്മൾ P10 എത്ര? 200 അല്ലേ? P10 200 into 0.31. അപ്പോൾ ആൻസർ എത്ര വരും? നമ്മുടെ കേസിൽ ആൻസർ എന്ന് പറയുന്നത് 62.4. അപ്പോൾ 62.4 വരും. അതുപോലെ P2 കണ്ടുപിടിക്കുക. P2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? P20 Chi2. സോ P20 എത്രയാണ്? P2 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് 415 into 0.688. ഇത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 285.5. നമുക്ക് P1 കിട്ടി, P2 കിട്ടി. മനസ്സിലായോ? നമുക്ക് ഇവിടെ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിൽ അതിന്റെ പാർഷ്യൽ പ്രഷറിനെ P total കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പലരും ഇത് എടുത്ത് 200 എടുത്തിട്ട് ഇവിടെ P1 ന്റെ സ്ഥാനത്ത് 200 എന്ന് പറയുന്നത് P1 അല്ല. അതെന്താണ്? P10 ആ. P10 200 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് P1 കിട്ടണമെങ്കിൽ P10 Chi1. ഈ Chi1 ഏതാ? സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ Chi1 കാണാനായിട്ട് 62.4 by P1 കിട്ടി. ഇനി അതിന്റെ P total നമുക്ക് നേരത്തെ എത്ര കിട്ടി? 347.9 അല്ലേ? 347.9 ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.82. അടുത്ത ഡൈക്ലോറോമീഥേൻ Y2 ക്ലോറോഫോം ആണ്. ഈ ഡൈക്ലോറോമീഥേൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആണ്. അതിന്റെ P2 എന്ന് പറയുന്നത് എത്ര? 285.5 by 347.9 ചെയ്താൽ മതി. അല്ലെങ്കിൽ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ, അത് സൊല്യൂഷനിലായാലും വേപ്പർ ഫേസിലായാലും ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എപ്പോഴും എത്രയാണ്? 1 ആണ്. സോ 1 ന് കുറച്ച് ആൻസർ ചെയ്താലും കിട്ടും. സോ 1 minus 0.82 എന്ന് വരും. സോ ആൻസർ എത്ര വരും? 0.18 എന്ന് വരും അല്ലേ? 0.18. അല്ലെങ്കിൽ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് ചെയ്താൽ. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ഇതിൽ മറ്റേ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇത് ഇച്ചിരി കൂടെ ഒന്ന് ചിന്തിക്കണം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാണ്, ഒരു സൊല്യൂഷനിൽ അതിൽ വരുന്ന കമ്പോണന്റുകളുടെ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ പോലെ ചെയ്യും. വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ പാർഷ്യൽ പ്രഷർ ബൈ P total ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോബ്ലം മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഇത് ഞാൻ ആദ്യം ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു. അതിനുശേഷമാണ് ഞാൻ ഒരു പ്രോബ്ലം അല്ലെ P total കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നമ്മൾ നോക്കി. അടുത്ത നമ്മൾ പോകുന്നതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഞാൻ ഓൾറെഡി ഇന്ന് ക്ലാസ് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് നമ്മുടെ സൊല്യൂഷനുകളിൽ തന്നെ എന്തുണ്ട്? റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസും ഉണ്ട്, റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസും ഉണ്ട്.
റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. അതല്ല 100% അല്ല, ഒരു നിയർലി ഐഡിയൽ സൊല്യൂഷൻസിന് എക്സാമ്പിൾ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ കഴിഞ്ഞ വർഷം ഐഡിയൽ ഗ്യാസ് പഠിച്ചിരുന്നല്ലോ, റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസും. നമ്മളവിടെ പറഞ്ഞാണ് പി വി ഈക്വൽ ടു NRT എന്ന് പറയുന്ന ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. When a gas obeys PV is equal to NRT, then it is called ideal gas. നമ്മൾ പറഞ്ഞാണ് ഗ്യാസസ് ഒന്നും ഐഡിയൽ അല്ല, മെജോറിറ്റി കണ്ടീഷനിൽ എന്താണ് റിയൽ ഗ്യാസ് ആണ്, ഒബേ ചെയ്യാത്ത ഗ്യാസ്, നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻ. A solution which does not obey Raoult's law at all concentration. ഒരു സൊല്യൂഷൻ ഏത് കോൺസെൻട്രേഷനിൽ എടുത്താലും ആ സൊല്യൂഷൻസിന് റൗൾസ് ലോ ഒബേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷന്റെ കേസിൽ the partial vapor pressure of the component is not directly proportional to their mole fraction. റൗൾസ് ലോയിൽ പറയുന്ന ഒരു സൊല്യൂഷനിൽ വരുന്ന ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് റൗൾസ് ലോയിൽ പറയുന്നത്. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതാണ് ആ ഒരു ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകതയാണ് which does not obey Raoult's law. It does not obey Raoult's law. റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ ശ്രദ്ധിക്കുക, ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ എച്ച് മിക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ എച്ച് മിക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഡെൽറ്റ എച്ച് മിക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് സൊല്യൂട്ടിന്റെ വോളിയം പ്ലസ് സൊല്യൂട്ടും സോൾവെന്റും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് മേ ബി റിലീസ്ഡ് ഓർ അബ്സോർബ്ഡ്. ഹീറ്റ് റിലീസ് ചെയ്യുകയോ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ ചെയ്യും എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ 0 ഈക്വൽ എന്ന് പറഞ്ഞാൽ ഒന്നി ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആകാം, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആകാം. പ്രോസസ് മേ ബി എൻഡോതെർമിക് ഓർ എക്സോതെർമിക്. ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ അതാണ്. അപ്പൊ ഞാൻ പറയാണ്, അടുത്ത് പറയാണ് എ ബി എന്ന രണ്ട് സൊല്യൂഷൻ. എ എന്ന് പറയുന്ന ഒരു ലിക്വിഡും ബി എന്ന് പറയുന്ന ഒരു ലിക്വിഡും തമ്മിൽ ഞാൻ മിക്സ് ചെയ്തു. എ എന്ന് പറയുന്ന ലിക്വിഡും ബി എന്ന് പറയുന്ന ലിക്വിഡും കൂടെ ഞാൻ മിക്സ് ചെയ്തു. എ സൊല്യൂട്ടും ബി എന്ന് പറയുന്ന സോൾവെന്റും കൂടെ മിക്സ് ചെയ്തപ്പോ അവിടെ ഹീറ്റ് റിലീസ് ചെയ്തു. ആ എയും ബിയും കൂടെ മിക്സ് ചെയ്ത സമയത്ത് ഹീറ്റ് റിലീസ് ചെയ്തു എന്ന് പറയാം. സോ അപ്പോഴേ പറഞ്ഞത് ആ സൊല്യൂഷൻ ഐഡിയൽ അല്ല, അത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. കാരണം ഐഡിയൽ ആയിരുന്നെങ്കിൽ അവിടെ ഡെൽറ്റ എച്ച് 0 വന്നേനെ, ഹീറ്റ് ഇവോൾവ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യില്ല. പക്ഷെ നോൺ ഐഡിയൽ ആണെങ്കിൽ എന്ത് ചെയ്യും, ഹീറ്റ് ഇവോൾവ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യും. ആൻഡ് ഓൾസോ നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ ഡെൽറ്റ വി മിക്സ് നോട്ട് ഈക്വൽ ടു 0. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ml A 20 ml B കൂടെ മിക്സ് ചെയ്തു. 10 ml A യും 20 ml B യും കൂടെ മിക്സ് ചെയ്തപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് 30 ml സൊല്യൂഷൻ കിട്ടി. അപ്പോൾ ഡെൽറ്റ വി 0 ആണ്, സൊല്യൂഷൻ ഐഡിയൽ ആണെന്ന് പറഞ്ഞു. എങ്കിൽ നോൺ ഐഡിയൽ ആണെങ്കിൽ 10 ml A യും 20 ml B യും കൂടെ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന സൊല്യൂഷൻ 30 ml കാണത്തില്ല. ഒന്നി 30 ml നേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 30 ml നേക്കാൾ കുറവായിരിക്കും. അതായത് ഡെൽറ്റ വി നോട്ട് ഈക്വൽ ടു 0. എപ്പോഴാണ് കൂടുന്ന കുറയുന്നത് നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ വിയുടെ വാല്യൂ എന്തായിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആണെന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അത് ഇവിടെ ഓക്കെയാണ്. കാരണം സൊല്യൂഷൻ ഐഡിയൽ ആയാലും നോൺ ഐഡിയൽ ആയാലും സൊല്യൂഷൻ ഫോം ചെയ്യുന്ന പ്രോസസ്സ് എന്ത് തന്നെയാണ്, സ്പോണ്ടേനിയസ് തന്നെയാണ്. സോ ഡെൽറ്റ ജി നെഗറ്റീവ് വരുന്നു. അടുത്തൊരു പോയിന്റ് ഓർത്തിരിക്കുക, ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ എ or BB attractive force, AA solute or BB solvent attractive force not equal to AB attractive force. AA or BB attractive force is not equal to AB attractive force. A അല്ലെങ്കിൽ BB attractive force എന്തിന് ഈക്വൽ ആയിരിക്കില്ല, AB attractive force ന് ഈക്വൽ ആയിരിക്കില്ല. A or BB attractive force എന്ന് പറയുന്നത് solute or solvent attraction എന്തായിരിക്കില്ല, ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ ഇത്തരം സൊല്യൂഷൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. So what is a non ideal solution? The solution which does not obey Raoult's law. അപ്പോൾ Raoult's law obey ചെയ്യാത്ത സൊല്യൂഷൻസ് ആണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്.
ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ എച്ച് മിക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്, ഡെൽറ്റ വി മിക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ? ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ എ ഓർ ബി ബി അട്രാക്റ്റീവ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കില്ല? എ ബി അട്രാക്റ്റീവ് ഫോഴ്സിന് ഈക്വൽ ആണ്. അപ്പോൾ ഇത്തരം സൊല്യൂഷൻസിനാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ മൈൻഡിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കണ്ടെത്താൻ വിചാരിച്ചു. റോൾസ് ലോ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റില്ല, കാരണം റോൾസ് ലോ ഉപയോഗിച്ച് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റായിരിക്കും. അപ്പൊ നമ്മളൊരു സൊല്യൂഷന്റെ, ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ, ഇവ നിങ്ങളിപ്പോൾ റോൾസ് ലോ ഉപയോഗിച്ചിട്ട് വേപ്പർ പ്രഷർ കണ്ടെത്തി വിചാരിച്ചു. ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ റോൾസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ റോൾസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ അല്ലാതെ നമ്മൾ ഇതിന്റെ വേപ്പർ പ്രഷർ, ഇപ്പൊ നമ്മൾ മാനോമീറ്റർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ എക്സ്പെരിമെന്റൽ ആയിട്ട് ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതായത് ഇതിന്റെ ആക്ച്വൽ വേപ്പർ പ്രഷറും റോൾസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ എന്തായാലും ഈക്വൽ അല്ല. അതുകൊണ്ടാണ് ഇത് റോൾസ് ലോ ഉപയോഗിച്ച് ചെയ്യാറ്. അപ്പൊ ഒരു രണ്ട് ചാൻസസ് ഉണ്ട്. ഒന്ന് എന്ത് ചെയ്യാം, the vapor pressure exhibited by a non-ideal solution is either higher or lower than that predicted by Rolle's law. അപ്പോൾ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും റോൾസ് ലോ ഉപയോഗിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും, അതായത് പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P10 chi1 പ്ലസ് P20 chi2, ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പറയാം നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ P1 എന്തിന് ഈക്വൽ അല്ല? P10 chi1 ന് ഈക്വൽ അല്ല. P2 എന്ന് പറയുന്നത് ഒരിക്കലും എന്തിന് ഈക്വൽ ആയിരിക്കില്ല? P20 chi2 ന് ഈക്വൽ ആയിരിക്കില്ല. അതുപോലെ P ടോട്ടൽ എന്ന് പറയുന്നത് ഈസ് നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും? P10 chi1 പ്ലസ് P20 chi2 ആയിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ. അപ്പോൾ ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ദ വേപ്പർ പ്രഷർ എക്സിബിറ്റഡ് ബൈ ദ സൊല്യൂഷൻ, ആ സൊല്യൂഷൻ എക്സിബിറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ ഈസ് എയ്തർ ഹയർ ഓർ ലോവർ ദാൻ ദാറ്റ് പ്രെഡിക്റ്റഡ് ബൈ റോൾസ് ലോ. നമ്മൾ റോൾസ് ലോ ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വേപ്പർ പ്രഷർ കൂടുതലോ കുറവോ ആയിരിക്കും എപ്പോഴും ആരുടെ യഥാർത്ഥ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. So if a non-ideal solution shows high vapor pressure than predicted by Rolle's law, നമ്മൾ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും റോൾസ് ലോ ഉപയോഗിച്ച് കണ്ടെത്തുന്നതിനേക്കാളും ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കൂടുതലോ കുറവോ വരാനാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ വരുവാണെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും that non-ideal solution shows positive deviation. അങ്ങനെയാണെങ്കിൽ അത്ര നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ ഡീവിയേഷൻ ഏതാണെന്ന് പറയും? പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അത്ര നോൺ ഐഡിയൽ സൊല്യൂഷൻ ഏത് ഡീവിയേഷൻ ആയിരിക്കും? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. സോ ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? The vapor pressure of the solution is higher than that predicted by Rolle's law. അപ്പോൾ ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എപ്പോഴും റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വേപ്പർ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എന്ത് വരാം? ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ത് വരാം? റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറവൊന്നുകൂടി. അങ്ങനെ കുറവ് വരുവാണെങ്കിൽ that solution shows negative deviation. അത്ര നോൺ ഐഡിയൽ സൊല്യൂഷൻ ഏത് ഡീവിയേഷൻ ആണ്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനും ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനും ഉണ്ട്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? The vapor pressure of solution is lower than predicted by Rolle's law. Rolle's law predict ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും. ഏത് സൊല്യൂഷന്റെ കേസിലാണ്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു ശ്രദ്ധിക്കും. എക്സ് വൈ രണ്ട് കമ്പോണന്റുകളാണ്. ഇത് മിക്സ് ചെയ്ത് ഞാനൊരു സൊല്യൂഷൻ ഫോം ചെയ്തു. എക്സ് വൈ കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു സൊല്യൂഷൻ ഫോം ചെയ്തു. പക്ഷെ ആ സൊല്യൂഷന്റെ കേസിൽ എക്സിനും വൈക്കും ഇടയിലുള്ള അട്രാക്ഷൻ, എക്സ് വൈക്ക് ഇടയിലുള്ള അട്രാക്ഷൻ ഈക്വൽ അല്ല. അപ്പൊ സൊല്യൂഷൻ എന്താണ്? എക്സ് വൈ കൂടെ ചേർത്ത് കിട്ടിയ സൊല്യൂഷൻ ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെന്ന് പറയുന്നത്. ആ എക്സ് വൈ എന്ന് പറയുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആക്ച്വലി 100 ആണ്. എക്സ് വൈ എന്ന് പറയുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ 100 ആണ്. എന്നാൽ ഈ XY എന്ന് പറയുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഞാൻ റോൾസ് ലോ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 80 ആണ്.
അപ്പോൾ റോൾസ് ലോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സൊല്യൂഷന് കിട്ടാൻ പോകുന്ന വേപ്പർ പ്രഷർ 80 ആണ്, പക്ഷേ ഇതിന്റെ ആക്ച്വൽ വേപ്പർ പ്രഷർ 100 ആണ്. അപ്പോൾ എന്താണ് ഈ സൊല്യൂഷൻ പ്രത്യേകത? എന്താ XY എന്ന സൊല്യൂഷൻ പ്രത്യേകത എന്താ? ഈ സൊല്യൂഷന് റോൾസ് ലോ പ്രിഡിക്റ്റ് ചെയ്തതിനേക്കാളും ഹൈ വേപ്പർ പ്രഷർ ആണ് വന്നിരിക്കുന്നത്. സോ ആ സൊല്യൂഷൻ ഏത് ഡീവിയേഷൻ ആണെന്ന് പറയും? പോസിറ്റീവ് ഡീവിയേഷൻ ആണെന്ന് പറയും. അതുപോലെ പിന്നെ ഒരു സൊല്യൂഷൻ ഉണ്ട്, AB എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതൊരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഈ സൊല്യൂഷന്റെ യഥാർത്ഥ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 120 ആണ്. ഇതിന്റെ സൊല്യൂഷന്റെ യഥാർത്ഥ വേപ്പർ പ്രഷർ, ആക്ച്വൽ വേപ്പർ പ്രഷർ 120 ആണ്. പക്ഷെ ഞാൻ റോൾസ് ലോ ഉപയോഗിച്ച് ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 150 ആണ്. എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ റോൾസ് ലോ ഉപയോഗിച്ച് പ്രിഡിക്റ്റ് ചെയ്തതിനേക്കാളും വേപ്പർ പ്രഷർ കുറവാണ്. റോൾസ് ലോ പ്രിഡിക്റ്റ് ചെയ്തതിനേക്കാളും വേപ്പർ പ്രഷർ കുറവാണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ ഏത് ഡീവിയേഷൻ എന്ന് പറയും? നെഗറ്റീവ് ഡീവിയേഷൻ. So a solution, the vapor pressure of a solution is higher than that predicted by Rolle's law ആണെങ്കിൽ Rolle's law predict ചെയ്തതിനേക്കാൾ ഹയർ ആയിട്ട് വരുവാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ. Rolle's law ഉപയോഗിച്ച് predict ചെയ്തതിനേക്കാൾ വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ ആ സൊല്യൂഷൻ ഏത് ഡീവിയേഷൻ ആയിരിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. ഓക്കേ, ഇതിന്റെ ബാക്കിയുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം.